എസ് നന്ദു, വലതുവശത്തിരിക്കുന്ന മൻസൂർ വി പറഞ്ഞ വളരെ ആശങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാനും അധ്യാപകനാകാൻ വേണ്ടി പഠിച്ച ഒരാളാണ്. TTCയിൽ നല്ല മാർക്ക് വാങ്ങി ആദ്യമായി ഒരു സ്കൂളിൽ പകരക്കാരനായി അധ്യാപകനാവാൻ വേണ്ടി ഇൻ്റർവ്യൂവിന് ചെല്ലുന്നു. അവിടെ രാഷ്ട്രീയം കൊണ്ട് മാത്രം മാറ്റി നിർത്തപ്പെടുന്നു. ആ വേദനയിൽ പിന്നീട് അധ്യാപകനാകേണ്ട എന്ന് തീരുമാനിച്ച ഒരാളാണ്. സത്യം, ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അധ്യാപകനാകണം എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ ആ വേദന വീണ്ടും ഓർമ്മ വരികയാണ്. നോക്കൂ, ഈ സമീപ ദിവസങ്ങളിൽ പാറ്റകളെ പിന്തുണയ്ക്കാൻ, യുവതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഇവിടെ നിന്ന് വിമാനം കയറി നമ്മുടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി. അവിടെ ഇരുന്നു. വലിയ ഷോ ആയിരുന്നു. ഇവിടെ മൂക്കിന് താഴെ ഒരു വലിയ സമരം 1 മാസമാകാൻ പോകുന്നു. ഇന്ന് വരെ അങ്ങോട്ടൊന്നും ഇറങ്ങി വന്നിട്ടില്ല. ഇവർ ചെന്ന് കാണാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായ ഉത്തരം നൽകാൻ മനസ്സു കാട്ടുന്നുമില്ല. ഇതാണോ പൂക്കി മുഖ്യമന്ത്രി? യുവതയെ പരിഗണിക്കാതെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമായ പുതുയുഗ പിറവി സാധ്യമാവുക? വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം. ഇന്ന് കേരളത്തിൻ്റെ സാഹചര്യം, കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു മാറ്റവും UDFൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയായി നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം എന്തായിരുന്നോ പിണറായി വിജയനും കൂട്ടരും ചെയ്തിരുന്നത്, അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് പതിപ്പായി VD സതീശൻ ഗവൺമെൻറ്റും തുടർന്നു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യുവജന വഞ്ചനയിൽ 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാർ എന്തു ചെയ്തോ അതിനെ ഒരു വള്ളപ്പാടകലെ പിറകിലേക്ക് നിർത്തും എന്നുള്ള ഒരു ധാരണയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് ഞങ്ങളിപ്പോൾ VD സതീശനെ കാണുന്നത്. VD സതീശനും പാറ്റ സമരത്തിലേക്കൊക്കെ ഞാൻ വരാം. അതിനു മുൻപ് കേരളത്തിൽ താങ്കൾ അധ്യാപകനാവണമെന്ന ആഗ്രഹം പറഞ്ഞു. താങ്കളുടെ ആഗ്രഹം നടക്കാതെ പോയ കാര്യം ഉൾപ്പെടെ താങ്കൾ പറയുന്നു. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ, ആ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകളോട് എനിക്ക് വളരെ വിഷമത്തോടു കൂടി പറയേണ്ടി വരുന്നു, കേരളത്തിൽ ഇന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു സർക്കാർ ജോലി കിട്ടണമെങ്കിൽ 2 അവസരമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. അതിലൊന്ന്, നിങ്ങൾ കോഴപ്പണം കൊടുത്ത് ഏതെങ്കിലും നേതാവിൻ്റെയോ പെട്ടിതൂക്കുകാരൻ്റെയോ ആളായി നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് സർക്കാർ ജോലി ലഭ്യമാവും. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ മിനിമം നെഞ്ചിലെങ്കിലും കത്തികുത്തി ഇറക്കാൻ കഴിയുന്ന, വെള്ളക്കൊടി പിടിക്കാൻ കഴിയുന്ന പാർട്ടി സർവീസ് കമ്മീഷൻ്റെ ഭാഗമായി വന്നാൽ നിങ്ങൾക്ക് തൊഴിൽ കിട്ടുമെന്നുള്ള സാഹചര്യമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി. അതിനോടൊപ്പം ഇന്ന് മുഖ്യമന്ത്രിയുടെ സീറ്റിലിരുന്ന വ്യക്തി മാറിയെങ്കിലും ആ മുഖ്യമന്ത്രിയുടെ ഭൂതം ബാധിച്ച, അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ ഫോട്ടോസ്റ്റാറ്റ് തന്നെയാണ് ഇന്ന് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിനകത്തിരിക്കുന്ന VD സതീശൻ എന്നുള്ള നിലയിലേക്ക് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നവരായി കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറുന്നു എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, കേരളത്തിനകത്ത് 2 യുവജന സംഘടനകളുണ്ട്. ഏതെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും ഇല്ലാത്ത വാക്ക് പറഞ്ഞാൽ പോലും, ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഡൽഹിയിൽ പോയി 8 കാലും അമ്മുഞ്ഞ് കളിച്ച് തീർന്നെങ്കിൽ നിങ്ങൾ കേരളത്തിലേക്കൊന്ന് വരണം. ഡൽഹിയിലേക്ക് നിങ്ങൾ ട്രെയിനൊക്കെ പിടിച്ചു പോയല്ലോ, ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ പിടിച്ചു പോയല്ലോ. ആ പോയവരൊക്കെ അവിടുത്തെ 8 കാലും അമ്മുഞ്ഞ് പരിപാടി കഴിഞ്ഞ് ഫോട്ടോ സെഷനും ഒക്കെ കഴിഞ്ഞെങ്കിൽ നിങ്ങളൊന്ന് തിരിച്ചു കേരളത്തിലേക്ക് വരണം. കഴിഞ്ഞ 70 വർഷക്കാലമായി നിങ്ങൾ ഭരിച്ചതിൻ്റെ മിച്ചമായി എൻ്റെ തൊട്ട് വലതു സൈഡിലിരിക്കുന്ന ചെറുപ്പക്കാരനടക്കമുള്ള ആളുകൾ ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ മണ്ണ് വാരി തിന്നുന്ന ഗതികേടിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദികൾ നിങ്ങൾ 2 പേരുമാണ്, ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. നിങ്ങൾ മുഖ്യമന്ത്രിമാരായിരുന്ന പിണറായി വിജയൻ അടക്കം, ഇന്ന് VD സതീശൻ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ തുല്യ ഉത്തരവാദികളാണ് എന്നുള്ളതാണ് BJPയുടെയും യുവമോർച്ചയുടെയും നിലപാട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ചെറുപ്പക്കാരുടെ അടുത്തേക്ക് നിങ്ങൾ വരണം. നിങ്ങൾ വന്നിട്ട്, നിങ്ങൾ ഇന്നലെ വരെ നിങ്ങൾ യുവജന സ്നേഹം പറഞ്ഞു നടന്ന യൂത്ത് കോൺഗ്രസ്സുകാരനും, ഇന്നലെ വരെ വിദ്യാർത്ഥി യുവജന സംഘടന സ്നേഹം പറഞ്ഞുകൊണ്ട് നടന്ന DYFIക്കാരനും, ആ DYFIക്കാരനും യൂത്ത് കോൺഗ്രസ്സുകാരനും ഒന്ന് തലയിൽ മുണ്ടിട്ടെങ്കിലും ഈ പറയുന്ന സമരവേദിയിലേക്ക് വരാനുള്ള ധൈര്യമില്ലാതെ പോകുന്നത് നിങ്ങൾ കഴിഞ്ഞ 70 വർഷക്കാലം ഈ നാട്ടിലെ യുവാക്കളോട് നടത്തിയിട്ടുള്ള ക്രൂരതകൾ, അതിൻ്റെ പരിണത ഫലങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വിഷയങ്ങൾ എന്താണ്? വളരെ ആശങ്കപ്പെടുത്തുന്നതല്ലേ? 2019 യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് 2 SFIക്കാർ തമ്മിൽ കുത്തിയത് കൊണ്ട് മാത്രം നമ്മുടെയൊക്കെ മുന്നിൽ വന്നിട്ടുള്ള ഒരു കേസുണ്ട്. 2019 CPO റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദം, അല്ലെങ്കിൽ ഒരു വിഷയം. ആ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശിവരഞ്ജിത്തും നസീമും എന്ന് പറയുന്ന 2 ചെറുപ്പക്കാർ, 2 DYFIയുടെ SFIയുടെ നേതാക്കന്മാർ, ആ നേതാക്കന്മാർ ഈ പറയുന്ന CPO റാങ്ക് ലിസ്റ്റിനകത്ത് 1ഉം 4ഉം ഒക്കെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എങ്ങനെയാണ് എന്ന് കേരളത്തിൻ്റെ മനസാക്ഷി കണ്ടതാണ്. ആ കത്തിക്കുത്ത് യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് നടന്നില്ലെങ്കിൽ ഇത്രയും വലിയ തട്ടിപ്പാണ് കേരളത്തിലെ PSCക്കകത്ത് നടക്കുന്നത് എന്ന് ആരും അറിയാതെ പോകുമായിരുന്നു.
നിങ്ങൾ നോക്കൂ, ചെവിക്കകത്ത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ച് ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ അധ്യാപകന്മാരെ വിരട്ടി കത്തിമുനയിൽ നിർത്തി ഈ പറയുന്ന യൂണിവേഴ്സിറ്റി കോളേജിന് അടക്കമുള്ള SFIക്ക് നിർണായകമായ സ്വാധീനമുള്ള കോളേജുകൾക്കകത്ത് അവിടെ വരുന്ന അധ്യാപകരെയും ഉദ്യോഗസ്ഥന്മാരെയും കത്തിമുനയിൽ നിർത്തി ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ച് പുറത്തുനിന്ന് ഈ പറയുന്ന OMR പേപ്പറുകൾ ചോർത്തി വാങ്ങി ആ OMR പേപ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് 1, 2, 3, 4, 5, 10 റാങ്ക് ലിസ്റ്റുകളിലേക്ക് കയറിപ്പറ്റുന്ന SFIക്കാരനും DYFIക്കാരനെയും ആ കത്തിക്കുത്ത് കേസ് നടന്ന് കേരളത്തിലെ പോലീസ് അന്വേഷിച്ച് ശിവരഞ്ജിത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ ശിവരഞ്ജിത്തിന്റെ കട്ടിലിന്റെ അടിയിൽ നിന്നാണ് കേരളത്തിലെ ഏറ്റവും വിശ്വാസ്യത ഉണ്ടാകേണ്ട ഒരു സ്ഥാപനത്തിന്റെ, ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചോദ്യത്തിന്റെ ഉത്തരക്കടലാസുകൾ, OMR പേപ്പറുകൾ കിട്ടുന്നത്. അങ്ങനെയല്ലേ കേരളത്തിനകത്ത് ആദ്യമായി നമ്മളെല്ലാവരും ഞെട്ടിത്തരിച്ചു നിന്ന ഈ വിഷയം പുറത്തേക്ക് വരുന്നത്? അതിനുശേഷം അവരെ ജയിലിൽ കൊണ്ടുവന്ന് ഈ പറയുന്ന കേരളത്തിലെ ക്രൈംബ്രാഞ്ച് അവരെ ഒരു പരീക്ഷ എഴുതിപ്പിച്ചു. ഇതേ പരീക്ഷയുടെ ചോദ്യപേപ്പർ കൊടുത്തുകൊണ്ട് ഒരു പരീക്ഷ എഴുതിച്ചു. നസീം എന്ന പേരെഴുതുമ്പോൾ 3 തെറ്റ്, ശിവരഞ്ജിത്ത് എന്ന പേരെഴുതുമ്പോൾ 2 തെറ്റ്. ഇങ്ങനെ സ്വന്തം പേര് പോലും വടിവത്തക്ഷരത്തിൽ എഴുതാൻ കേൾപ്പില്ലാത്ത 2 പേരെയാണ് CPO റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നത്. നിങ്ങൾ നോക്കൂ, ആ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതിൻ്റെ പ്രതികാരം തീർത്തത് എങ്ങനെയാ? കേരളത്തിലെ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ജോലി കൊടുക്കാതെ LDF സർക്കാർ അവരെ വഞ്ചിച്ചു. എന്നിട്ടോ അതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ, ഗതികെട്ട് ആത്മഹത്യ ചെയ്യാൻ കയറിയ ചെറുപ്പക്കാരനെ ഉൾപ്പെടെ ആത്മഹത്യാ പ്രേരണ കുറ്റമെടുത്ത ഗവൺമെന്റാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ ഭരിച്ചുപോയ LDFന്റെ ഗവൺമെന്റ്. ഒന്നാമത്തെ വിഷയം. 2, നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 10 വർഷത്തിനിടയിലല്ലേ ചോദ്യപേപ്പർ ചോർത്തി എന്നുള്ളത് മാത്രമാണോ ഈ പറയുന്ന ഉദ്യോഗസ്ഥന് ഒരു PSCയിൽ ഒരു ഉദ്യോഗം കിട്ടാൻ, PSC വഴി ഒരു ഉദ്യോഗം കിട്ടാൻ LDFന്റെ നേതാക്കന്മാർക്ക്, PSCയുടെ മെമ്പർമാർക്ക് കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ കോഴപ്പണം നൽകിയാൽ മാത്രം കിട്ടുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് ഈ കേരളത്തെ തള്ളിവിട്ടത് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലേ? ഏറ്റവും അവസാനം ഇന്ന് നമ്മൾ ചർച്ച എടുക്കുമ്പോൾ ആ ചർച്ചയിലെ പ്രധാനപ്പെട്ട കീ പോയിന്റ് എന്താ? ആസൂത്രണ ബോർഡിലേക്ക് നടന്നിട്ടുള്ള ഒരു നിയമനത്തിന് വേണ്ടിയിട്ടുള്ള പരീക്ഷ. ആ പരീക്ഷയിൽ നിങ്ങൾ നോക്കൂ, എത്ര മനസ്സില്ലാത്ത, ഹൃദയമില്ലാത്ത, നാണം കെട്ടവന്മാരാണ് കഴിഞ്ഞ 10 വർഷക്കാലം നമ്മളെ ഭരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവർ പറയുന്ന യുവജന സ്നേഹം കാപട്യമാണ്. ഇവർ പാറ്റ സമരത്തിനും അതുപോലെ ഡൽഹിയിലെ യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് ജന്തർ മന്ദിറിൽ പോയത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ നുണയാണ് എന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് കേരളത്തിലെയും ഇന്ത്യയിലെയും യുവാക്കളോടുള്ള പ്രതികാര ബുദ്ധി, ആ ബുദ്ധി മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വിഷയം മാത്രം കേട്ടാൽ മതി. ആസൂത്രണ ബോർഡിലേക്ക് ഒരു പരീക്ഷ നടക്കുന്നു ചേട്ടാ. ആ പരീക്ഷയിൽ എഴുതാൻ വന്ന നിരവധിയായിട്ടുള്ള എൻ്റെ സഹോദരന്മാരടക്കമുള്ള നിരവധിയായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്. ആ ഉദ്യോഗാർത്ഥികൾ വന്ന് പരീക്ഷ എഴുതി. ഈ പറയുന്ന CPMകാരനായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി 1ാം സ്ഥാനത്ത് എത്താൻ വേണ്ടി 10 ക്വസ്റ്റ്യൻ്റെ ഉത്തരങ്ങളാണ് ഇൻവിജിലേറ്റർമാർ മാറ്റി വെച്ചിട്ട് മൂല്യനിർണ്ണയം നടത്തിയത്. 54 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇടതുപക്ഷത്തിൻ്റെ ഈ പറയുന്ന ഓമന താരാട്ട് പുത്രന് ഈ പറയുന്ന എക്സാമിൽ 1ാം റാങ്കുകാരനാവാൻ വേണ്ടി ആ 10 ക്വസ്റ്റ്യനിലെ ഉത്തരങ്ങൾ മാറ്റിവെച്ച് സാധാരണക്കാരന് കിട്ടേണ്ട 54 മാർക്ക് മാറ്റിവെച്ച നാണം കെട്ടവന്മാരുടെ പാർട്ടിയാണ് ഈ പറയുന്ന LDFും അതുപോലെ തന്നെ DYFI ഉൾപ്പെടെയുള്ള സംഘടനകളും. അങ്ങനെ മാറ്റിവെച്ച് ഈ പാവപ്പെട്ടവന്, അർഹതപ്പെട്ടവർക്ക് ആ 1ാം സ്ഥാനത്തേക്ക് കിട്ടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രിലിംസിൽ പോലും കൃത്യമായി മാർക്കില്ലാത്ത ആളെയാണ് ഇവർ റാങ്ക് പട്ടിക വന്നപ്പോൾ 1ാം റാങ്കുകാരനാക്കി മാറ്റി വെച്ചിരിക്കുന്നത്. ഈ പറയുന്ന ആ 10 ക്വസ്റ്റ്യൻ കൂടി പരിഗണിച്ചിരുന്നെങ്കിൽ ഇയാൾ ആ ആദ്യഘട്ടത്തിലെ ഒരു റാങ്കുകളിലും വരില്ല എന്ന് മാത്രമല്ല, അയാൾ റാങ്ക് ലിസ്റ്റിലേ വരില്ലായിരുന്നു. അപ്പോൾ അയാളെ മനഃപൂർവ്വമായി റാങ്ക് ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പേയ്ക്കൂത്ത്. അതിനുശേഷമോ ഇവർ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ സമരം ചെയ്യുന്ന പാർട്ടിയല്ലേ കേരളത്തിലെ കോൺഗ്രസ്? ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രകമ്പനം കൊള്ളിക്കുന്ന സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനല്ലേ കേരളത്തിലെ സാധാരണക്കാരൻ്റെ നികുതി പണം ഈ പറയുന്ന ഈ HST റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഈ സാധാരണക്കാർ ഇന്ന് വന്നിരുന്ന് ഈ തിരുവനന്തപുരത്തിൻ്റെ തെരുവിൽ വന്ന് ആ തെരുവോരത്ത് കിടന്ന് മണ്ണ് വാരിത്തുന്ന ഈ പാവങ്ങൾ ഉൾപ്പെടെ നികുതി കൊടുത്ത പണത്തിൽ നിന്നല്ലേ VD സതീശൻ ഡൽഹിയിൽ പോയി പാറ്റാ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ പോയത്? അതേ VD സതീശനോട്, വടശ്ശേരി ദാമോദരൻ മകൻ സതീശനോട് കേരളത്തിലെ യുവമോർച്ചയും കേരളത്തിലെ യുവാക്കളും ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ട് കാണാതെ പോയി ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ? നിങ്ങളുടെ ഭരണം വന്നതിന് ശേഷം നടന്ന ആദ്യത്തെ PSC പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം അത് കേരളത്തിലെ VD സതീശൻ ഗവൺമെന്റിനല്ലേ? ആ ഗവൺമെന്റ് ഉത്തരം പറയണ്ടേ? അതിന്റെ ധാർമ്മികത, ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ മുഖ്യമന്ത്രി രാജിവെക്കണ്ടേ? ബേസിൽ മറുപടി പറയണ്ടേ? കാരണം ബേസിൽ ഉൾപ്പെടെയുള്ളവർ അവിടെ പോയിരുന്നു പറഞ്ഞത് ഈ പറയുന്ന ചോദ്യപേപ്പറുകൾ ചോർന്നു കഴിഞ്ഞാൽ അതിന്റെ മന്ത്രി രാജിവെക്കണമെന്നാ.
ചോദ്യപേപ്പറിൽ ചോർന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ ഭരണ സംവിധാനത്തിന്റെ നേതൃത്വമുള്ളവർ രാജിവെക്കണമെന്ന് ജന്തർ മന്ദറിൽ പറഞ്ഞിട്ട് 10 ദിവസമായില്ല. ആ 10 ദിവസമാവാത്ത അതേ യൂത്ത് കോൺഗ്രസ്സുകാരൻ ഇവിടുത്തെ VD സതീശൻ എന്ന് പറയുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കണ്ടേ, നിങ്ങൾ രാജിവെച്ചൊഴിയണം മിസ്റ്റർ VD സതീശൻ എന്ന് പറയാനുള്ള തന്റെ ഇടം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ സാധാരണപ്പെട്ട വിദ്യാർത്ഥികളെ, യുവാക്കളെ, ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ച, ഇപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ തവണ ഗവൺമെന്റ് ഉറപ്പ് കൊടുത്തിരുന്നു, കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്ന ഈ VD സതീശൻ അടക്കമുള്ളവരുടെ സമരപ്പന്തലിൽ വന്ന് ഞങ്ങളെല്ലാം പഠിച്ച് പാസ്സായി 101 സീറ്റുമായി ഞങ്ങൾ അധികാരത്തിലേക്ക് വരും, അപ്പം നിങ്ങളെ ഈ സ്വപ്നങ്ങളെല്ലാം ഞങ്ങൾ വിസ്മയപ്പെടുത്തി തരാം എന്ന് ഈ പാവപ്പെട്ടവരോട് പറഞ്ഞില്ലേ? ആ പറഞ്ഞ ആളുകൾ ധാർമ്മികത എന്ന് പറയുന്ന നിങ്ങൾ ഉന്നയിച്ച അതേ വാദം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഉളുപ്പ് എന്ന് പറയുന്ന വാക്കിന് നിങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാനുള്ള മാന്യത VD സതീശൻ കാണിക്കണം. അതുപോലെ അക്കൗണ്ടബിലിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും കേരളത്തിലും DYFIക്കാരൻ ആ വെള്ളക്കൊടിയെടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ പറയുന്ന നിങ്ങളുടെ 10 വർഷക്കാലത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയന്റെ വീട്ടിലേക്കൊന്ന് പോകണം. എന്നിട്ട് പിണറായി വിജയനെ ഇറക്കി റോഡിലേക്ക് നിർത്തിയിട്ട് പറയണം, മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ കേരളത്തിലെ യുവാക്കളെ വഞ്ചിച്ചവനാണ്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ കേരളത്തിലെ PSC എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നത്തിന്റെ കടക്കൽ കത്തിവെച്ചവനാണ്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ കേരളത്തിലെ PSCയെ പാർട്ടി സർവീസ് കമ്മീഷൻ ആക്കിയവനാണ്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരനായ ഉദ്യോഗാർത്ഥി പഠിച്ച് പരീക്ഷ എഴുതി ജയിച്ച് ഈ പറയുന്ന ജോലിക്ക് വേണ്ടി വന്നപ്പോൾ അവന്റെ മുഖമട ചാട്ടിയവനാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പദവിക്ക് യോഗ്യനല്ല. അക്കൗണ്ടബിലിറ്റിയുടെ ഭാഗമായി നിങ്ങൾ രാജിവെക്കണമെന്ന് പറയാൻ നട്ടലിനുറപ്പുള്ള ഏതെങ്കിലും ഒരു DYFIക്കാരനോ VD സതീശൻ എന്ന് പറയുന്ന ഈ പാവങ്ങളെ വഞ്ചിച്ച നാണം കെട്ട മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ രാജിവെച്ചു പോകണമെന്ന് പറയാൻ നട്ടലുള്ള ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ കേരളത്തിൽ ഇന്നുണ്ടോ എന്നറിയാൻ യുവമോർച്ചയ്ക്ക് താല്പര്യം. ശരി.